أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون. ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون. ومن نعمره ننكسه في الخلق أفلا يعقلون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1530 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ അധ്യായമായ സൂറത്ത് യാസീനിലെ 65 മുതൽ 68 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون. ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون. ومن نعمره ننكسه في الخلق أفلا يعقلون. صدق الله العلي العظيم. സൂറത്ത് യാസീനിലെ 65 മുതൽ 68 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സത്യനിഷേധികൾ അന്ത്യനാളിൽ പുനരുത്ഥാന വേളയിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാകുന്ന ആ സന്ദർഭമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് വിവരിക്കപ്പെടുന്നത്. സത്യവിശ്വാസികൾ ആഹ്ലാദത്തിലും ആനന്ദത്തിലുമൊക്കെയായി സ്വർഗീയ ഉദ്യാനങ്ങളിലെ ശീതളിമയിൽ അവരുടെ ഇണകളുമായി ഒരുമിച്ചിരുന്ന് ആനന്ദവും സന്തോഷവും ഒക്കെ പങ്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടതൊക്കെയും ലഭിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷം അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പടച്ചതമ്പുരാന്റെ അടുക്കൽ നിന്ന് അവർക്ക് ശാന്തി സമാധാനങ്ങൾ ആശംസകളായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സത്യനിഷേധികളും പാപികളുമായ ആളുകൾ അവരോട് പറയപ്പെടുന്നത് വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ എന്നാണ്. കുറ്റവാളികളെ, പാപികളെ നിങ്ങൾ ഇന്നേ ദിവസം വേറിട്ട് നിൽക്കുക, മാറി നിൽക്കുക, എല്ലാവരും ഒരുമിച്ച് നിൽക്കണ്ട, സത്യവിശ്വാസികളോട് ചേർന്ന് നിൽക്കുകയും വേണ്ട. എന്നിട്ട് അവരോട് പറയപ്പെടുന്നത്, ആദമിന്റെ മക്കളെ, നിങ്ങൾക്ക് ഞാനൊരു താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നില്ലേ? പിശാചിന് നിങ്ങൾ വഴിപ്പെടരുത്, പിശാചിനെ അനുസരിക്കുന്ന സംഗതിയിലേക്ക് നിങ്ങൾ നീങ്ങരുത്.
വളരെ പ്രത്യക്ഷത്തിൽ തന്നെ നിങ്ങളുടെ ശത്രുവാണ് പിശാച് എന്ന കാര്യം. മാത്രവുമല്ല, നിങ്ങൾ വിധേയപ്പെടേണ്ടത് എനിക്കാണ്. നിങ്ങളുടെ സ്രഷ്ടാവായ ഞാനാണ് നിങ്ങളുടെ വിധേയപ്പെടലിന് അർഹനായിട്ടുള്ളത്. എന്നെയാണ് നിങ്ങൾ അനുസരിക്കേണ്ടത്. ഇതാണ് ചൊവ്വായ മാർഗം എന്ന കാര്യവും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറ. ഒരുപാട് ആളുകൾ, വളരെ വലിയ എണ്ണം ആളുകൾ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവര് പിശാചിനാൽ വഴിപിഴപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് നിങ്ങളിൽ ഒരു ആലോചനയും ഉണ്ടാക്കുന്നില്ലേ? അഫലം തഖൂനു തഅഖിലൂൻ. നിങ്ങൾക്ക് ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുമായിരുന്നില്ലേ എന്നാണ് അവരോട് പറയപ്പെടുന്നത്. ഹാദിഹി ജഹന്നമുല്ലത്തി കുന്തും തുഅദൂൻ. ഇപ്പോഴിതാ നിങ്ങൾ താക്കീത് ചെയ്യപ്പെട്ടിരുന്നത് ഏതൊരു നരകത്തെ കുറിച്ചാണോ അത് നിങ്ങളുടെ കൺമുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇസ്ലാവൂഹ, നിങ്ങൾ അതില് പ്രവേശിച്ച് വെന്തെരിഞ്ഞുകൊള്ളുക. അൽയൗമ ബിമാ കുന്തും. ഈ ദിവസം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അതാണ്. ഇസ്ലാവൂഹൽ യൗം, അതിലേക്ക് പ്രവേശിച്ച് അതില് വെന്തെരിയുക, കത്തിക്കരിഞ്ഞോളൂ. ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ നിഷേധികളായി നിലക്കൊണ്ടിരുന്നതിനുള്ള പ്രതിഫലമായിട്ടാണിത്. ഈ വിധത്തിലാണ് നിഷേധികളോട് പറയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം വായിച്ച ഭാഗത്ത് നമ്മൾ കാണുകയുണ്ടായത്. അതിനെ തുടർന്ന് അള്ളാഹു പറയുന്നത് അൽയൗമ നഖ്തിമു അലാ അഫ്വാഹി. അവരോട് നേരിട്ടല്ല, അള്ളാഹു നമ്മളോടാണ് അത് പറയുന്നത്. ഖുർആന്റെ അനുവാചകരോടായിട്ട് പൊതുവായിട്ട് പറയുകയാണ്. ഇന്നേ ദിവസം, ഈ നാളിൽ, അല്ലെങ്കിൽ ആ പരാമർശിക്കപ്പെട്ട നാളിൽ എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ, നഖ്തിമു അലാ അഫ്വാഹി, അവരുടെ വായകൾക്ക് നാം മുദ്ര വയ്ക്കും. അവർക്ക് തോന്നിയ വിധത്തിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. വായ മാത്രമല്ല, ശരീരാവയവങ്ങളൊന്നും തന്നെ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവ ആവുകയില്ല. പൂർണ്ണമായിട്ടും അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ടാണ് മനുഷ്യന്റെ അവയവങ്ങളൊക്കെയും ആ ദിവസം പ്രവർത്തിക്കുക. ഇന്ന് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടൊക്കെ പലതും ചെയ്യാൻ മനുഷ്യന്റെ അവയവങ്ങൾക്ക് സാധിക്കും. അതിനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ അന്ന് മനുഷ്യന് അവന്റെ അവയവങ്ങൾ അവന് വിധേയപ്പെടുന്നതായിട്ട് അനുഭവപ്പെടുകയില്ല. അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ടാണ് എല്ലാ അവയവങ്ങളും പ്രവർത്തിക്കുക. മനുഷ്യന്റെ വായയും ആ വിധത്തില് നിയന്ത്രിതമായിരിക്കും. അവർക്ക് മനസ്സിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയാനും സ്വന്തം ചെയ്തികളെ ന്യായീകരിക്കാനും ഒന്നും പറ്റുന്ന വിധത്തിൽ അവരുടെ വായകളെ പ്രയോജനപ്പെടുത്താൻ അവർക്ക് സാധിക്കില്ല. അല്യൗമ നഖ്തിമു, ഖതമ് ചെയ്യും, മുദ്ര വയ്ക്കും. മുദ്ര വയ്ക്കും എന്ന് പറഞ്ഞാൽ അടച്ച് സീല് വെക്കും എന്ന് പറയുമ്പോൾ അതിന്റെ സൂചന അതിനെ ഈ ബന്ധപ്പെട്ട ആളുകൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ സ്വതന്ത്രമാവുകയില്ല. അവയെ അള്ളാഹു നിയന്ത്രിച്ച് മുദ്ര വെച്ച് കളയും. പിന്നെ അള്ളാഹ് പറയുന്ന പോലെ മാത്രമേ ആ അവയവം പ്രവർത്തിക്കുകയുള്ളൂ. ഇവരാഗ്രഹിക്കുന്ന വിധത്തില് ആ അവയവം പ്രവർത്തിക്കുകയില്ല. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹി, ഇന്നേ ദിവസം, അല്ലെങ്കിൽ ഈ പരാമർശിക്കപ്പെട്ട നാളിൽ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നാം അവരുടെ വായകൾക്ക് മുദ്ര വെക്കും. വതുകല്ലിമുനാ ഐദീഹിം, പിന്നെ സംസാരിക്കുക നമ്മളോട് അവന്റെ കൈകളാണ്. വതശ്ഹദു അർജുലുഹും, കാലുകൾ സാക്ഷ്യം പറയുകയും ചെയ്യും. അപ്പോ വതുകല്ലിമുനാ ഐദീഹിം, അവരുടെ കൈകൾ നമ്മളോട് സംസാരിച്ചു തുടങ്ങും. ആ നാളിൽ വായ മുദ്ര വയ്ക്കപ്പെടും, കൈകൾ സംസാരിക്കും.
വതശ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ സാക്ഷ്യം പറയുകയും ചെയ്യും. എന്തിനാണ്? ബിമാ കാനു യക്സിബൂൻ, എന്തൊക്കെയായിരുന്നു ഇവർ നേടിക്കൊണ്ടിരുന്നത് അതിനൊക്കെ. ഓരോ മനുഷ്യനും ജനനം മുതൽ മരണം വരെയുള്ള സമയം പലതും നേടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് എന്തൊക്കെ നേടാൻ കഴിയും എന്നത് പരീക്ഷിച്ചറിയുന്നതിനുള്ള ഒരു സമയമാണ്, ഒരു അവസരമാണ്. ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തില് മുന്നേറുന്നതിന് പ്രയത്നങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയുള്ളതാണ് ഈ അവസരം. അപ്പൊ മനുഷ്യൻ പലതും ഇവിടെ നേടിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതാണല്ലോ വേണ്ടത്. പലരും ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന വിധത്തിലുള്ളത് നേടിക്കൊണ്ടിരിക്കുന്നു. വേറെ പലരും ലക്ഷ്യം തെറ്റുന്ന വിധത്തിലും ലക്ഷ്യം എന്താണെന്ന് അറിയാത്ത വിധത്തിലുമാണ് പലതും നേടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിലൊക്കെ ഓരോരുത്തരുടെയും നിലപാടുകളെയും തെരഞ്ഞെടുപ്പിനെയും ചോയ്സിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ എല്ലാവർക്കും സാധിക്കും. അല്ലെങ്കിൽ സാധിക്കുന്നവരാണ് കൂടുതൽ പേരും. എന്നാൽ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ഉയർത്തെഴുന്നേൽപ്പ് നാളില് ഒരാൾക്കും തന്റെ ചെയ്തിയെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. വായ മുദ്ര വയ്ക്കപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ അവന്റെ കർമ്മങ്ങളാണ്, അവന്റെ നേടിയിട്ടുള്ള കാര്യങ്ങൾ, അവന്റെ നേട്ടങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമാവുന്നത്. അപ്പൊ അള്ളാഹു അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ബിമാ കാനു യക്സിബൂൻ, എന്തൊക്കെയാണോ അവൻ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നേടിയിട്ടുണ്ടായിരുന്നത്, സമ്പാദിച്ചിട്ടുണ്ടായിരുന്നത്, അതിനൊക്കെ അത് ഏത് വിധത്തിൽ സമ്പാദിച്ചു, എന്തിനു വേണ്ടി സമ്പാദിച്ചു, എന്തിനു വേണ്ടി വിനിയോഗിച്ചു, ഏതൊക്കെ നിലത്തിൽ അത് പ്രയോജനപ്പെടുത്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയും തന്നെ ആ നാളില് പരിശോധിക്കപ്പെടുകയാണ്. അവന്റെ കൈകൾ അത് വിളിച്ചു പറയും, കാലുകള് അതിന് സാക്ഷ്യം വഹിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്നാലോ ഞാൻ അവിടെ പോയത് അതിനു വേണ്ടിയല്ല, ഇതിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായങ്ങൾ നിരത്താൻ അയാൾക്ക് സാധിക്കുമോ? ഈ ഭൗതിക ലോകത്ത് അങ്ങനെ പല ന്യായങ്ങളും വിശദീകരണങ്ങളൊക്കെ കൊടുത്ത് പലർക്കും പലതും ഒളിച്ചു വെക്കാനും മറച്ചു വെക്കാനും ന്യായീകരിക്കാനും ഒക്കെ സാധിച്ചെന്ന് വരും. പക്ഷെ അവിടെ പാരത്രിക ലോകത്ത് ഉയർത്തെഴുന്നേൽപ്പ് നാളില് ആദ്യം സംഭവിക്കുന്നത് അവരുടെ വായകള് മുദ്രവയ്ക്കപ്പെടുന്നു എന്നതാണ്. ഒരു ന്യായീകരണവുമായിട്ട് ആർക്കും വരാൻ കഴിയില്ല. എന്താണോ സംഭവിച്ചത് അത് അതേപടി. കൈകള് അത് വിളിച്ചു പറയും, കാലുകള് ആ സംഗതികൾക്ക് സാക്ഷ്യം വഹിക്കും. ഇതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തിനാണ്? ബിമാ കാനു യക്സിബൂൻ, എന്തൊക്കെയാണ് അവരിവിടെ ചെയ്തു കൂട്ടിയിട്ടുണ്ടായിരുന്നത്, നേടിയിട്ടുണ്ടായിരുന്നത്, സമ്പാദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനൊക്കെ അതിന്റെ പേരിൽ കൈകള് അതൊക്കെ വിശദമാക്കിക്കൊണ്ട് സംസാരിക്കും, കാലുകൾ അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യും. വലൗ നശാഉ, എന്നിട്ട് അള്ളാഹു പറയുന്നത് വലൗ നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ലതമസ്ന അലാ അയ്യുനിഹിം, അവന്റെ കണ്ണുകളെ തന്നെ നാം നിഷ്പ്രഭമാക്കുമായിരുന്നു, കണ്ണുകളെ മായ്ച്ചു കളയുമായിരുന്നു, അല്ലെങ്കിൽ അതിനെ പ്രവർത്തനരഹിതമാക്കുമായിരുന്നു. ഫസ്തബഖു സിറാത്ത, അപ്പോ അവന്റെ വഴിയിലേക്ക്, അവന്റെ ദിശയിലേക്ക് കുതിച്ചോടും. ഫഅന്നാ യുബ്സിറൂൻ, പക്ഷെ എങ്ങനെ കാണാനാണ്? ഒന്നും കാണാൻ കഴിയാത്തവൻ ഓടുമ്പോൾ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെ ആയിരിക്കും അവിടെ. അവന്റെ ദൃഷ്ടികളെ നാം മറച്ചു കളയും, അവന്റെ കാഴ്ചയെ നാം പിൻവലിച്ചു കളയും, അല്ലെങ്കിൽ അവന്റെ കണ്ണുകളെ നാം മൂടിയിട്ട് കളയും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അങ്ങനെയാണ് ചെയ്യുക.
അങ്ങനെ ചെയ്താൽ പിന്നെ അവന് അവന്റെ ആവേശത്തില് പലതും ചെയ്യാൻ വേണ്ടി അവന്റെ ലക്ഷ്യത്തിലേക്ക് അവൻ കുതിച്ചു എന്നൊക്കെ വരും. പക്ഷെ മുന്നോട്ട് പോകാൻ അവന് കഴിയില്ല. കാരണം അവന് അന്നാ യുബ്സിറൂൻ, എങ്ങനെയാണ് അവന്റെ വഴി അവൻ കാണാൻ സാധിക്കുന്നത്? അവന്റെ കാഴ്ചയെ നാം പിൻവലിച്ചു കഴിഞ്ഞാൽ, അവന്റെ ദൃഷ്ടിയെ മൂടിയിട്ട് കഴിഞ്ഞാൽ, അവന് ഒന്നും കാണാൻ കഴിയാത്ത വിധത്തില് കാഴ്ചയെ മറച്ചു പിടിച്ചു കഴിഞ്ഞാൽ, അവൻ അവന്റെ ലക്ഷ്യത്തിലേക്ക്, അവന്റെ വഴിയിലേക്ക് കുതിച്ചു ഓടിയത് കൊണ്ട് കാര്യമില്ല. വഴി കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവന് മുന്നോട്ട് പോകാൻ കഴിയുകയുമില്ല. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, വലൗ നശാഉ, നാം ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ലമസഖ്നാഹും അലാ മകാനതിഹിം, നാം അവരെവിടെയാണോ ഉള്ളത് ആ ഇടങ്ങളിൽ നാം അവരെ മറ്റൊരു രൂപത്തിലായി ഉറപ്പിച്ചു നിർത്തുമായിരുന്നു. വലൗ നശാഉ ലമസഖ്നാഹും, നാം അവർക്ക് രൂപഭേദമുണ്ടാക്കി മറ്റൊരു രൂപത്തിലേക്ക് അവരെ പരിവർത്തിപ്പിച്ച് അവരെ അങ്ങ് ഉറപ്പിച്ചു നിർത്തുമായിരുന്നു. അതും നമുക്ക് സാധിക്കും. ഒരു മനുഷ്യൻ ധിക്കാരത്തിന്റെ പാതയിൽ നീങ്ങുമ്പോൾ അയാളെ ഒരു ശിലയാവട്ടെ എന്ന് പറയാൻ, ആ വിധത്തിൽ അവനെ പരിവർത്തിപ്പിക്കാൻ, അല്ലെങ്കിൽ അതുപോലെ വല്ലതുമൊക്കെ ആക്കി എക്കാലത്തേക്കും ആ വിധത്തിലാക്കി മാറ്റാൻ നമുക്ക് യാതൊരു പ്രയാസവും ഇല്ല. വലൗ നശാഉ ലമസഖ്നാ അലാ മകാനതിഹിം, ഏത് ഇടത്താണോ ഏത് സ്ഥലത്താണോ അവരുള്ളത് അവിടെ അങ്ങ് ഉറപ്പിക്കുക, വേറൊരു രൂപത്തിലാക്കിയിട്ട് ആ വിധത്തിൽ അവരെ അങ്ങ് ഉറപ്പിച്ച് ഫ്രീസ് ചെയ്ത് എന്നേക്കുമായി ആ വിധത്തില് അവിടെ നിലനിർത്താൻ നമുക്ക് സാധിക്കുമായിരുന്നു. വലൗ നശാഉ ലമസഖ്നാഹും അലാ മകാനതിഹിം ഫമസ്തതാഉ മുളിയ്യം വലാ യർജിഊൻ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല, പുറപ്പെട്ടിടത്തേക്ക് മടങ്ങി പോകാനും കഴിയില്ല. ആ നിന്ന നിപ്പിൽ അങ്ങ് ഉറപ്പിച്ചു കളയുമായിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പൊ അവര് പലതിനുമുള്ള ഓട്ടത്തിലാണല്ലോ. ആ ഓട്ടത്തിനിടക്ക് ആ ഒരു മൊമെന്റിൽ അയാളെ, അല്ലെങ്കിൽ അവരെ അങ്ങ് രൂപം മാറ്റി ഉറപ്പിച്ചു നിർത്തുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അങ്ങ് ഉറച്ചു പോയാൽ അയാൾക്ക് പിന്നെ ഫമസ്തതാഉ, അവർക്ക് സാധിക്കുകയില്ല മുളിയ്യൻ, മുന്നോട്ട് നീങ്ങാൻ, അതല്ലെങ്കിൽ വലാ യർജിഊൻ, അവർക്ക് തിരികെ പോകാനും കഴിയില്ല. ആ നിന്ന നിപ്പിൽ അങ്ങ് അവർ ഉറച്ചു പോകും. ആ വിധത്തിൽ അവരെ ട്രാൻസ്ഫോം ചെയ്യാൻ നമുക്ക് സാധിക്കുമായിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചലനശേഷി, പ്രവർത്തനശേഷി, സംസാരശേഷി, കൈകാലുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പലതും ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെയും തന്നെ ഒരു നിശ്ചിത കാലയളവിലേക്ക് അള്ളാഹു നൽകിയത് മാത്രമായിരുന്നു. അള്ളാഹുവിന് വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും ആ കഴിവുകൾ പിൻവലിക്കാനും ചേതനയറ്റ അല്ലെങ്കിൽ ഒരു ശിലാരൂപത്തിലുള്ള ഒരാളാക്കിയിട്ട് അവരെ പരിവർത്തിപ്പിക്കാനും ഒന്നും ഒരു പ്രയാസമില്ല. ഇതൊക്കെയും തന്നെ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്തായിട്ട് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള സംഗതികളായിരുന്നു എന്നത് ഉൾക്കൊള്ളാതെയാണ് അവര് മുന്നേറിക്കൊണ്ടിരുന്നത്. അപ്പോ നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നാം അവരുടെ ശരീരഘടനയോ രൂപഘടനയോ അല്ലെങ്കിൽ അവരുടെ ചലനശേഷിയോ ഒക്കെ മാറ്റിയിട്ട് ഉള്ള നിപ്പിൽ അങ്ങ് ഉറപ്പിച്ചു കളയുമായിരുന്നു. പിന്നീട് മുന്നോട്ട് പോകാനോ വന്നിടത്തേക്ക് തിരികെ പോകാനോ ഒന്നും അവർക്ക് കഴിയുമായിരുന്നില്ല. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, വമൻ നുഅമ്മിറുഹു, ഇത് സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കൂ, അല്ലെങ്കിൽ ഇതൊന്ന് കേട്ടു നോക്കൂ. വമൻ നുഅമ്മിറുഹു, നാം ദീർഘായുസ് നൽകുന്ന ഒരാളുടെ കാര്യം എടുത്തു നോക്കൂ. ഉംറ് നാം വർദ്ധിപ്പിച്ചു നീട്ടിക്കൊടുത്ത ഒരാൾ, നുനക്കിസുഹു ഫിൽ ഖൽഖ്, അവന്റെ സൃഷ്ടിപ്പിന്റെ ഘടന തന്നെ നാം
മാറ്റിമറിച്ച് കളയുന്നു, പൂർണ്ണമായി പരിവർത്തിപ്പിക്കപ്പെടുകയാണ്. ഒരുപാട് പ്രായമാവുന്ന 100 120 വയസ്സൊക്കെ ആവുന്നതോടുകൂടി ഒരാള് എന്താണ് സംഭവിക്കുന്നത്? അതൊന്നും വേണ്ട, അതിന്റെ കുറെ മുന്നേ തന്നെ നമുക്കത് കാണാം, അതിന്റെ ലക്ഷണങ്ങൾ. യുനക്കിസുഹു ഫിൽ ഖൽഖ്, അവന്റെ സൃഷ്ടിപ്പിന്റെ ഘടന തന്നെ നാം മാറ്റിക്കളയുന്നത് നിങ്ങൾ കാണുന്നില്ലേ? വമൻ നുഅമ്മിറുഹു, നാം ആയുസ് ദൈർഘ്യമുള്ളതാക്കി കൊടുക്കുന്ന ആളുകളുടെ കാര്യത്തിൽ പ്രായം കൂടുന്നതിനനുസരിച്ച് അയാൾ ആ യൗവനത്തിൽ തന്നെ മുന്നോട്ട് പോവുകയല്ല ചെയ്യുന്നത്. യൗവനത്തിന്റെ പ്രത്യേകതകളോ അല്ലെങ്കിൽ പേശീബലമോ സ്മാർട്ട്നെസ്സോ ഒക്കെ ഉള്ള വിധത്തിൽ ഒരാൾ അങ്ങനെ പ്രായം കൂടി പോവുകയല്ല ചെയ്യുന്നത്. മറിച്ച് അയാളുടെ എല്ലാ ആസ്പെക്റ്റിലും അയാൾ പൂർണ്ണമായി മറ്റൊരു സൃഷ്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പ്രായം ഏറിയ ഒരാള് പല വിധത്തിലും വീണ്ടും ഒരു ശൈശവത്തിലേക്ക് തന്നെ എത്തിപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നത് കാണാൻ കഴിയും. പല കഴിവുകളും നഷ്ടപ്പെടും. ചെറുപ്രായത്തിൽ ശിശുവായിരുന്ന കാലത്തുണ്ടായിരുന്ന ഒരവസ്ഥയിലേക്ക് തിരികെ പോകും. മലമൂത്ര വിസർജനത്തിന് പോലും യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത, എണീറ്റ് നടക്കാൻ കഴിയാത്ത, ഇരിക്കാനോ നിൽക്കാനോ കഴിയാത്ത, മറ്റൊരാളുടെ ആശ്രയത്തിലല്ലാതെ യാതൊന്നും ചെയ്യാൻ കഴിയാത്ത, ഭക്ഷണം കഴിക്കാൻ പോലും മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന ഒരവസ്ഥയിലേക്ക് ഒരാളുടെ ശരീര രൂപഘടനയും ശരീരത്തിന്റെ കഴിവുകളും പ്രത്യേകതകളും ഒക്കെ മാറുകയാണ്. വാതൊരാതെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകള് വലിയ സംസാര വൈഭവത്തിന്റെ പേരിൽ അറിയപ്പെട്ടിരുന്നവര് പോലും വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു വാചകം പോലും പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കൊക്കെ പരിവർത്തിതാവും. പ്രായം ഏറുന്നതിനനുസരിച്ച് അവരുടെ ശരീര ഘടനയിൽ തന്നെ നാം മാറ്റം വരുത്തുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അതവർ കാണുന്നില്ലേ? അത് നിത്യവും അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഒരാള് പ്രായം ഏറിയതായി മാറുന്നതിനനുസരിച്ച് അയാളുടെ ശരീരപരമായ അയാളുടെ കഴിവുകൾ പലതും മാറി മറ്റൊന്നായി വേറെ തന്നെ ഒരു സൃഷ്ടിയായിട്ട് അയാൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പല വിധത്തിലുള്ള ശാരീരികവും മാനസികവും ദൈക്ഷണികവുമായ മാറ്റങ്ങൾക്കാണ് ഒരാൾ വിധേയമാകുന്നത്. വലിയ ബുദ്ധിരാക്ഷസനായിട്ട് അറിയപ്പെട്ടിരുന്ന ആള് പ്രതിയോഗികളെ ബുദ്ധിപരമായ വൈഭവം കൊണ്ട് വിസ്മയിപ്പിച്ചു കൊണ്ടിരുന്ന, മലർത്തിയടിക്കുമായിരുന്ന ഒരാള് പ്രായമേറെ എത്തുമ്പോൾ വളരെ പ്രാഥമികമായ കാര്യങ്ങളിൽ പോലും യുക്തിഭദ്രമായ നിലക്ക് പറയാനോ സംസാരിക്കാനോ ഒന്നും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അയാൾ പരിവർത്തിതമാവുകയാണ്. ഇത് നിങ്ങൾക്ക് നിത്യവും കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണല്ലോ. ഇതേപോലെയാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ധിക്കാരത്തിന്റെ മാർഗം സ്വീകരിക്കുന്ന ആളുകളെ വേണമെങ്കിൽ അവരുടെ കാഴ്ചയെ അങ്ങ് പറിച്ചെടുക്കാൻ സാധിക്കും. അവൻ വലിയ കഴിവില് വലിയ കരുത്ത് കാണിച്ചുകൊണ്ട് അവന്റെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചെന്ന് വരും. പക്ഷെ എങ്ങനെ മുന്നോട്ട് പോകാനാണ്? കാഴ്ച ഇല്ലാതായി പോയ ഒരാൾ, എല്ലാ കഴിവുകളും ഉണ്ടായിരുന്ന, എല്ലാം തികവാർന്ന വിധത്തില് മത്സര പരീക്ഷകൾക്ക് വേണ്ടിയൊക്കെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന വിധത്തില് എല്ലാ നിലക്കും സജ്ജനായിക്കൊണ്ടിരിക്കുന്ന ഒരാള് പെട്ടെന്ന് കാഴ്ച ഡിനൈഡ് ആയ ഒരു അവസ്ഥ ഉണ്ടായി എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. അയാളുടെ ലക്ഷ്യത്തിലേക്ക്, വഴിയിലേക്ക് അയാളങ്ങ് എടുത്തു ചാടുകയോ കുതിച്ചു ഓടുകയൊക്കെ ചെയ്യാൻ അതിനുള്ള കരുത്തൊക്കെ അയാളിലുണ്ട്, അതിനുള്ള ആവേശവും ഉണ്ട്. അങ്ങനെ സ്വന്തം ലക്ഷ്യത്തിലേക്ക് കുതിക്കാനൊക്കെ അവന് മനസ്സും അതിനുള്ള താല്പര്യവും ആഗ്രഹവും ഒക്കെ ഉണ്ടാവും. പക്ഷെ എങ്ങനെ സാധിക്കും? അയാളുടെ കാഴ്ചയെ അള്ളാഹു പിൻവലിച്ചു കളഞ്ഞില്ലേ? എങ്ങനെയാണ് അത് സാധിക്കുക അയാൾക്ക് ആ കുതിച്ചോടാൻ? അപ്പൊ ഇതുപോലെ തന്നെ ഈ ധിക്കാരത്തിന്റെ വഴി തിരഞ്ഞെടുത്ത ആളുകളുടെ കാര്യത്തില്
അള്ളാഹു അവരെ എവിടെയാണോ ഉള്ളത് അതേ രൂപത്തില് അതേ അവസ്ഥയില് കല്ലായി മാറാനോ അല്ലെങ്കിൽ ഒരു മൺപുറ്റായി മാറാനോ ഒക്കെ ഒരു നിർദ്ദേശം കൊടുക്കുകയാണെങ്കിൽ അതങ്ങനെ അയാൾ ആ ഇടത്തങ്ങ് ഉറച്ചു പോകും. അയാളുടെ ചലനശേഷി പിൻവലിക്കപ്പെട്ട് ചേതനയേറ്റ് അയാള് പഴയ ആളുടെ ഒരു രൂപം ആയിട്ട് അവിടെ അങ്ങനെ ഉണ്ടാകും. അയാള് ശ്വാസം അയക്കുന്നില്ല, ഒന്നും അറിയുന്നില്ല, ഒന്നും കാണുന്നില്ല. ഒരു ശില പോലെ അല്ലെങ്കിൽ മൺപുറ്റു പോലെ അല്ലെങ്കിൽ മരത്തിലോ സിമെന്റിലോ ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള രൂപം പോലെ അയാൾ അങ്ങനെ അവിടെ ഉറച്ചു നിൽക്കുന്നുണ്ടാവും. അത്രേ ഉണ്ടാവുള്ളൂ. ഈ വിധത്തിൽ അയാളെ പരിവർത്തിപ്പിക്കാൻ അള്ളാഹുവിന് സാധിക്കും, യാതൊരു പ്രയാസവും ഇല്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അതിന് തെളിവായിട്ട് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് പ്രായം ചെല്ലുന്ന ആളെ നിങ്ങൾ കാണുന്നില്ലേ? ഒമൻ അമ്മിറുഹു, ഒരാള് പ്രായം വർദ്ധിച്ച് പ്രായാധിക്യത്തിൽ എത്തിയ ഒരാളായി മാറുമ്പോ നുനക്കിസുഹു ഫിൽ ഖൽഖ്, അയാൾ പഴയ ആളൊന്നുമല്ല. 30-ലോ 40-ലോ 50-ലോ 60-ലോ ഉണ്ടായിരുന്ന ഒരാളല്ല അയാള്. അയാള് പൂർണ്ണമായിട്ടും അയാളുടെ ശരീരഘടനയിലും അയാളുടെ ദൈക്ഷണിക സാധ്യതകളിലും അയാളുടെ മനസ്സിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ അയാൾ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടാകും. നുനക്കിസുഹു ഫിൽ ഖൽഖ്, അയാളെ സൃഷ്ടിപ്പിൽ തന്നെ നാം പൂർണ്ണമായിട്ട് മാറ്റിക്കളയുന്നു. അഫലാ യഅഖിലൂൻ, നിങ്ങൾക്ക് ഈ കാര്യം ആലോചിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? നിങ്ങൾ ഈ കാര്യം ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നില്ലേ എന്നാണ് അള്ളാഹു ഇവിടെ ചോദിക്കുന്നത്. മനുഷ്യന് അവന്റെ യൗവനത്തിലോ ശൈശവത്തിലോ ബാല്യത്തിലോ ബോധ്യപ്പെടാത്ത, എന്നാൽ പ്രായമേറി വാർദ്ധക്യത്തിലെത്തുന്ന അല്ലെങ്കിൽ പടുവൃദ്ധനായി മാറുന്ന ഒരു ഘട്ടത്തിൽ ബോധ്യപ്പെടുന്ന ഒരു വളരെ സ്വാഭാവികമായിട്ട് ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. ബാല്യത്തിലും യൗവനത്തിലൊക്കെ അവൻ കരുതിയിരുന്നത് അവൻ്റെതാണ് എന്നവൻ സങ്കല്പിച്ചിരുന്ന പലതും വാർദ്ധക്യത്തിൽ എത്തുമ്പോഴാണ് അവൻ തിരിച്ചറിയുന്നത് അതൊന്നും സ്ഥിരമായിട്ട് എന്റേതായിരുന്നില്ല. അതൊക്കെ തൽക്കാലത്തേക്ക് മാത്രം എന്നെ ഏൽപ്പിച്ചിരുന്ന സംഗതികളാണ്. അപ്പൊ എന്റെ സംസാര വൈഭവം, എന്റെ സ്വരം, എന്റെ അഭിനയ പാടവം, എന്റെ ബുദ്ധി വൈഭവം, എന്റെ ധിഷണ, എന്റെ പ്രതിയോഗികളെ നേരിടാനുള്ള കരുത്ത്, ഇതൊക്കെ എവിടെ പോയി എന്നായിരിക്കും അയാള് ആശ്ചര്യപ്പെട്ടുകൊണ്ട് സ്വയം ചോദിക്കുന്നുണ്ടാവും. കാരണം ഇതൊക്കെ എന്റേതായിരുന്നു എന്ന് കരുതിയിരുന്ന ഒരു കാലം അയാൾക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അയാള് പോലും അയാളുടേതല്ലാതായി മാറിയിരിക്കുകയാണ്. അയാള് ഏതൊരു പ്രായം അല്ലെങ്കിൽ ഏതൊരു ഘട്ടത്തിലാണോ അയാളാണ് എന്ന വിധത്തിൽ സ്വയം അഭിമാനിച്ചുകൊണ്ട് മറ്റുള്ളവരോട് സംസാരിച്ചിരുന്നത്, ആ ഒരു സംഗതിയൊക്കെ അപ്രത്യക്ഷമായിട്ടുണ്ട്. ആ ഒരു യൗവനമില്ല, ആ ഒരു ശരീരത്തിന്റെയും മുഖത്തിന്റെയും തുടിപ്പോ പ്രസരിപ്പോ ഇല്ല, കരുത്തില്ല. അന്ന് ആലോചിക്കാൻ പറ്റിയിരുന്ന വിധത്തില് ആലോചിക്കാൻ പറ്റുന്നില്ല. ഓർമ്മശക്തി പലപ്പോഴും ദുർബലമായി പോകുന്നു. കാര്യങ്ങളെ വിലയിരുത്താനുള്ള അനലിറ്റിക്കൽ പൊട്ടൻഷ്യലിന് വലിയ ശോഷണം വരുന്നു. അങ്ങനെ പല മാറ്റങ്ങളാണ്. ഓർമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുപോലെ കരുത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുപോലെ ആസ്വാദനത്തിനുള്ള കഴിവ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പലതും നഷ്ടപ്പെട്ട് അവൻ മറ്റൊരു രൂപഘടനയിലും മറ്റൊരു സൃഷ്ടിഘടനയിലേക്കും ആയി മാറിയിരിക്കുകയാണ്. ഇത് നിത്യവും നമ്മൾ സമൂഹത്തിൽ ആളുകളിൽ ഉണ്ടാകുന്ന മാറ്റം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഇത് മാത്രമൊന്നുമല്ല, അള്ളാഹുവിന് വേണമെങ്കിൽ സഡൻ ആയിട്ട് നിങ്ങളുടെ കാഴ്ചയെ അങ്ങ് എടുത്തു കളയാൻ കഴിയും, നിങ്ങളെ നിശ്ചലമാക്കി നിർത്തിക്കളയാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് കഴിവുകൾ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നത് നിങ്ങൾക്ക് ആ സമയത്ത് ബോധ്യപ്പെടും തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഒരു മാറ്റം ഒരാളിൽ ഉണ്ടാവുക എന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമേ അല്ല. ഇതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള കഴിവുകള്
ഒക്കെ സ്വന്തം നേട്ടമാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അള്ളാഹുവിനെ അംഗീകരിച്ചിട്ടില്ലാത്ത, അള്ളാഹുവിനെ ഉൾക്കൊണ്ടിട്ടില്ലാത്ത ആളുകള് ആയുസിന്റെ വലിയ ഭാഗവും ജീവിക്കുക. വലിയ വെല്ലുവിളിയൊക്കെ നടത്തിക്കളയാൻ മുതിരും. നമ്മളിപ്പോ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു വെല്ലുവിളി. ഞാനാണ് ബുദ്ധിപരതയുടെ, ദൈക്ഷണികതയുടെ അവസാന വാക്ക് എന്ന് വിചാരിക്കുന്ന ഒരാള് വിശുദ്ധ ഖുർആനെ കുറിച്ച് നടത്തിയ ഒരു പരാമർശം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം. അതുപോലെയുള്ളത് എനിക്ക് ഉണ്ടാക്കാൻ കഴിയും എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഗർവും വീറും കാണിച്ചുകൊണ്ട് മനുഷ്യൻ സംസാരിക്കുന്നത് സ്വന്തം ബുദ്ധിപരമായ കഴിവുകൾ പോലും തന്റെ നിയന്ത്രണത്തിലോ കഴിവിലോ ആണ് എന്ന മൂഢമായ ധാരണയിൽ നിന്നുകൊണ്ടാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒരു സെക്കൻഡ് പോലും ആവശ്യമില്ല ഒരാളുടെ കാഴ്ചയെ അങ്ങ് മായ്ച്ചു കളയാൻ, ഇല്ലാതാക്കി കളയാൻ. ഒരാളുടെ ചലനശേഷിയെ ഇല്ലാതാക്കി കളയാൻ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. ഒരാളുടെ ദൈക്ഷണികമായ സാധ്യതകൾ അങ്ങനെയാണല്ലോ, ജീവിതകാലം മുഴുവനും വലിയ പ്രാഗൽഭ്യം കാണിച്ച ആളുകളൊക്കെ ഉണ്ട്. വലിയ ഇന്റലക്ച്വൽ ജയൻസ് എന്നൊക്കെ പറയാവുന്ന വിധത്തില് പല കാര്യങ്ങളും പല ടാസ്കുകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഒരു വലിയ തെറ്റിദ്ധാരണ ഒരുപക്ഷെ അവരെ പിടികൂടിയിട്ടുണ്ടാകും. ഇതൊക്കെ എന്റെ കഴിവാണ്, ഇതൊക്കെ ഞാനാണ്, എന്റെ നേട്ടമാണ് എന്നൊക്കെ, എന്റെ പ്രയത്നമാണ് എന്നൊക്കെയാണ് അയാൾ കരുതിയിട്ടുണ്ടാവുക. പക്ഷെ ഏത് പ്രയത്നവും ഏത് പരിശ്രമവും നടത്തുന്ന ആളിന്റെയും കാര്യത്തില് അത് ഫലവത്താവുന്നതിന് ഒരേ ഒരു കാരണം പടച്ചതമ്പുരാൻ അയാൾക്ക് ആ കഴിവ് കൊടുത്തത് കൊണ്ടാണ്. മറ്റൊരാളുടെ കാര്യത്തില് ഈ കഴിവാവൂല, വേറെ ചില കഴിവുകളായിരിക്കും അള്ളാഹു കൊടുത്തിട്ടുണ്ടാവുക. അപ്പോ രണ്ടുപേരും അള്ളാഹുവിന്റെ പരീക്ഷണത്തിനാണ് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. ബുദ്ധിപരമായ കഴിവുള്ള ആളായാലും സാമ്പത്തികമായ കഴിവുള്ള ആളായാലും ഇത് രണ്ടും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. ബുദ്ധി നൽകിയ അതേ അള്ളാഹുവാണ് മറ്റൊരാൾക്ക് സമ്പത്ത് നൽകിയിട്ടുള്ളത്. അപ്പൊ ഈ വിധത്തിൽ അത് അള്ളാഹു കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന അമാനത്താണ് എന്നത് തിരിച്ചറിയാതെ ധാർഷ്ട്യത്തോടു കൂടി മനുഷ്യൻ സംസാരിച്ചു തുടങ്ങുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കാത്ത, അള്ളാഹുവിനെ ഉൾക്കൊള്ളാത്ത, സ്വന്തം കഴിവുകളുടെ പരിമിതി അറിയാത്ത ഒരു അവസ്ഥയിലാണ്. പക്ഷെ ഇത് മാറും. പ്രായമേറെ എത്തുമ്പോ സ്വാഭാവികമായിട്ടും സൃഷ്ടിഘടനയിൽ മാറ്റം വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇനി അതല്ല, ഒരു നിമിഷം കൊണ്ട് തന്നെ ഒരാളെ ഒരു പാറ പോലെ ഉറച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു മൺപുറ്റു പോലെ നിൽക്കുന്ന ഒരു രൂപമാക്കി മാറ്റാൻ, അല്ലെങ്കിൽ ഒരു ശിലാ രൂപമാക്കി മാറ്റാൻ ഇതൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസമുള്ള സംഗതിയല്ല. അത് ക്രമേണയായിട്ട് അങ്ങനെ സംഭവിക്കാം. ഒറ്റയടിക്ക് അള്ളാഹുവിന്റെ ഒരു കൽപ്പന എന്നുള്ള നിലക്ക് അതൊക്കെ സംഭവിക്കാം. അള്ളാഹുവിന് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ടായിരുന്ന കഴിവുകളെ പിൻവലിക്കാനും അവരെ മറ്റൊന്നാക്കി മാറ്റാനും ഒന്നും ഒരു പ്രയാസമില്ല എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ പ്രായം ചെല്ലുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന മാറ്റം. ഒമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖ്. പ്രായാധിക്യത്തിലേക്ക് എത്തുന്ന ആളുകൾ അവർക്ക് പ്രായം നാം നീട്ടിക്കൊടുക്കുമ്പോ അതിന് സമാന്തരമായി നാം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നുനക്കിസുഹു ഫിൽ ഖൽഖ്. അവന്റെ സൃഷ്ടിഘടന തന്നെ നാം മാറ്റിമറിക്കുന്നു. അഫലാ യഅഖിലൂൻ. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ ഉന്നയിച്ചിട്ട് മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തിക്കാട്ടിയിട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടുണ്ട്. എത്രയോ തലമുറകള് ഈ ചോദ്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴും ധാർഷ്ട്യത്തോടു കൂടി മനുഷ്യൻ അള്ളാഹു എന്ന അസ്തിത്വത്തെ ഉൾക്കൊള്ളാത്ത വിധത്തില് സംസാരിക്കുന്നു, പെരുമാറുന്നു, ജീവിത സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുന്നു, അത് മക്കളിലേക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നു. ഇത് മനുഷ്യന്റെ അഹന്ത കൊണ്ടും തിരിച്ചറിവില്ലായ്മ കൊണ്ടും സംഭവിക്കുന്നതാണ് എന്നതിന് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ പല തെളിവുകളും കാണാൻ സാധിക്കും. അപ്പോ സൂറത്ത് യാസീനിലെ
65 മുതൽ 68 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ കൂടി ആവശ്യമുണ്ട്. ഇവിടെ തുടക്കത്തില് അവരുടെ വായകളെ നാം മുദ്ര വയ്ക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഒരിടത്ത് അവരുടെ നാവ് സംസാരിക്കുന്ന കാര്യവും പറയുന്നുണ്ട് ഖുർആൻ. അപ്പൊ ഇത് രണ്ടും എങ്ങനെ സംഭവിക്കുന്നു എന്ന ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരും. അതിലൊരു വൈരുദ്ധ്യം ഉണ്ടല്ലോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ ആളുകളുടെ മനോഘടനയെ അള്ളാഹു തൊട്ട് മുകളിൽ വെളിപ്പെടുത്തുകയുണ്ടായി. അവര് തെറ്റുകുറ്റങ്ങൾ അംഗീകരിക്കാത്ത, സാക്ഷ്യങ്ങളെ കളവാക്കുന്ന, പ്രവർത്തന രേഖയെ അംഗീകരിക്കാൻ, അവരുടെ കർമ്മരേഖയെ അംഗീകരിക്കാൻ കൂട്ടാക്കാതെ ധിക്കാരികളായ, കുറ്റവാളികളായി നിഗളിപ്പോടുകൂടി നിൽക്കുന്ന ആളുകളാണല്ലോ ഇവര്. മരണം വരെ അവരുടെ നിലപാട് അതാണ്. അവരുടെ ഏത് അക്രമം ചെയ്താലും, എന്ത് ദ്രോഹം മനുഷ്യരാശിക്ക് തന്നെ ചെയ്താലും അതിലൊന്നും യാതൊരു കുറ്റബോധവും കാണിക്കാത്ത പ്രകൃതമൊക്കെ കാണിക്കുന്ന ആളുകൾ. ഈ ആളുകള് പക്ഷെ ഇങ്ങനെയുള്ള നിഗളിപ്പോ വീരവാദങ്ങളോ ഒന്നും ഉന്നയിക്കാൻ കഴിയാത്തൊരവസ്ഥയിലായി അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും. അന്ന് അവരുടെ വായൊക്കെ അവിടെ ഉണ്ടാവും. നാവിന് സംസാരശേഷി ഉണ്ടാവില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അത് എനിക്ക് വേണ്ടി പറയുന്ന ഒരു അവസ്ഥയല്ല ഉണ്ടാവുക. അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. കൈകള് സംസാരിക്കും, കാലുകൾ സാക്ഷ്യം വഹിക്കും എന്ന് പറഞ്ഞില്ലേ. കൈകള് സംസാരിക്കുന്നത് എന്റെ ഇഷ്ടം നോക്കിയിട്ടൊന്നുമല്ല, സത്യമാണ് വിളിച്ചു പറയാ. കാലുകൾ സാക്ഷ്യം വഹിക്കുക, എന്റെ കാലാണല്ലോ, അതുകൊണ്ട് എന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ളത് മാത്രം സാക്ഷ്യം വഹിച്ചാൽ മതി എന്ന് വെക്കുകയല്ല ചെയ്യുക. കാലുകൾ സത്യത്തിനാണ് സാക്ഷ്യം വഹിക്കുക. അതേപോലെ നാവും സാക്ഷ്യം വഹിക്കും. നാവ് സംസാരിക്കും. എങ്ങനെയാണ് സംസാരിക്കുക? ഇയാൾക്ക് വേണ്ടിയല്ല, അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല. അയാളുടെ കൈകളും കാലുകളും ഒക്കെ സാക്ഷ്യം വഹിക്കുന്നത് പോലെ നാവും സംസാരിക്കുകയും സാക്ഷ്യം വഹിക്കുകയൊക്കെ ചെയ്യും, സത്യത്തിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടി. ഈ കാര്യം വിശുദ്ധ ഖുർആനിൽ ചിലയിടങ്ങളിൽ സൂചിപ്പിച്ചേ കാണാൻ കഴിയും. യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും, അവരുടെ നാവുകൾ അവർക്കെതിരിൽ സാക്ഷ്യം വഹിക്കുന്ന ആ നാൾ. വൈദീഹിം, അവരുടെ കൈകളും, അർജുലുഹും, അവരുടെ കാലുകളും, ബിമാ കാനൂ യഅമലൂൻ, അവരെന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തില് അവരുടെ കാലുകള്, കൈകള്, നാവുകളൊക്കെ അവർക്കെതിരിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ട് സത്യം ഉയർത്തിപ്പിടിക്കും എന്നാണ് സൂറത്തു നൂറിലെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. അപ്പൊ നാവ് സാക്ഷ്യം വഹിക്കും. വായ മൂടി വെക്കുക എന്ന് പറഞ്ഞാൽ, വായക്ക് മുദ്ര വെക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ് അർത്ഥം? സംസാര വൈഭവം ഇല്ലാണ്ടാക്കുന്നാണോ? സംസാരിക്കുന്നത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വിധത്തില്, സാധിക്കാത്ത വിധത്തിലാക്കി മാറ്റും. ഇതാണ് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. ഞാൻ എന്റെ മനസ്സില് എന്തൊക്കെ ആലോചനകൾ ഉണ്ടാവുകയാണെങ്കിലും നാവ് കൊണ്ട് പുറത്തു പറയുന്നത് ഞാൻ തീരുമാനിച്ച എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ ഈ ഭൂമുഖത്ത്. എന്നാൽ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളില് അത് സാധിക്കില്ല. നാവ് സംസാരിക്കും, പക്ഷെ അത് സത്യമേ സംസാരിക്കുകയുള്ളൂ. എന്റെ മനസ്സ് പാകപ്പെടുത്തി എടുത്തിട്ടുള്ള ബാക്കിയുള്ളവർ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ആയിക്കൊള്ളുന്നില്ല അന്ന് എന്റെ നാവ് സംസാരിക്കുക. അതേപോലെ എന്റെ കൈകള്, എന്റെ കാലുകളൊക്കെ സാക്ഷ്യം വഹിക്കുന്നത് എന്റെ ഇഷ്ടം നോക്കിയിട്ടല്ലല്ലോ. അതേപോലെ തന്നെ എന്റെ നാവും. ഇതാണ് അള്ളാഹു സൂറത്തു നൂറിലെ 24-ാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുന്ന കാര്യം. ഹത്താ ഇദാ മാ ജാഊഹ ഷഹിദ അലൈഹിം സമഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ എന്ന് ഫുസ്സിലത്ത് 20-ാമത്തെ ആയത്തിലും കാണാൻ കഴിയും. അവിടെ പറയുന്നത്, അങ്ങനെ അവര് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ആ നാളില് അവർക്ക് എതിരില് സാക്ഷ്യം വഹിക്കും. സമഉഹും, അവരുടെ കേൾവി, അവർ കേട്ട സംഗതികളൊക്കെയും അവർക്ക് എതിരിലുള്ള സാക്ഷ്യമായിരിക്കും. വഅബ്സാറുഹും, അവരുടെ ദൃഷ്ടികൾ, അവരുടെ കാഴ്ചകൾ, അതൊക്കെയും രേഖപ്പെട്ട് കിടക്കുകയാണ്. എന്തൊക്കെ ഒരാൾ കണ്ടു എന്നത് അത് അവർക്കെതിരിൽ സാക്ഷിയാകും. വജുലൂദുഹും, അവരുടെ ചർമ്മങ്ങൾ,
എന്തൊക്കെ ചർമ്മങ്ങളിൽ അയാൾ അനുഭവിച്ചു അല്ലെങ്കിൽ അവരനുഭവിച്ചു എന്നത് അവരുടെ ചർമ്മങ്ങളിൽ തന്നെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ടാവും. അപ്പൊ കേട്ടത്, കണ്ടത്, ചർമ്മങ്ങളിൽ പതിഞ്ഞത്, ഇതൊക്കെയും അവർക്കെതിരിലുള്ള സാക്ഷ്യമായിട്ട് വരും. ബിമാ കാനു യഅമലൂൻ, അവരുടെ പ്രവർത്തനങ്ങൾ സംബന്ധമായി അല്ലെങ്കിൽ അത് കാരണമായിട്ട് അവരെന്തൊക്കെയാണോ ചെയ്തിട്ടുണ്ടായിരുന്നത്, കേൾവി, കാഴ്ച, അതുപോലെ ചർമ്മങ്ങളുടെ അനുഭവം, ഇതാണ് അള്ളാഹു പറയുന്നത്. ഇതൊക്കെയും സാക്ഷിയായിട്ട് വരുന്നത്. അപ്പൊ ഇന്ന് കേൾവി, കാഴ്ച ഒക്കെ നമ്മളെ ഇഷ്ടം അനുസരിച്ചാണ്. നമ്മൾ ഇഷ്ടമുള്ളത് കാണുന്നു, ഇഷ്ടമുള്ളത് കേൾക്കുന്നു, ഇഷ്ടമുള്ളത് തൊലിയുടെ പ്രതലത്തിലുള്ള സ്പർശന അനുഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നേടുന്നു ഇത് ദുനിയാവില്. പക്ഷെ ഈ വിധത്തില് നമ്മുടെ ചർമ്മം, നമ്മളെ കേൾവി, നമ്മുടെ കാഴ്ച, ഇതൊക്കെ നമുക്ക് വേണ്ടി നമ്മളുടെ ആഗ്രഹാഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്ന വിധത്തില് പ്രവർത്തിക്കും അള്ളാഹുവിന്റെ മുന്നിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിൽ എന്ന് ആരും സങ്കല്പിക്കേണ്ടതില്ല എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് വായ മുദ്ര വയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ പോലും നാവുകൾ സംസാരിക്കും. പക്ഷെ സംസാരിക്കുന്നത് ആ വ്യക്തിക്ക് തോന്നിയ വിധത്തിൽ അയാളെ ന്യായീകരിക്കാൻ വേണ്ടി ആവില്ല, സത്യം വിളിച്ചു പറയാൻ വേണ്ടി ആയിരിക്കും എന്നതാണ് അതില് ശ്രദ്ധ പതിയേണ്ട ഒരു കാര്യം. അപ്പോ ഇന്നത്തെ ഇന്ന് നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.